എന്റെ ജീവിതത്തില് എന്റെ വർമ്മ സാറിനോട് ഞാൻ ഒരേ ഒരു നുണയം പറഞ്ഞിട്ടുള്ളൂ. അത് ഞാൻ ഋതിക മേഡത്തെ വിവാഹം കഴിച്ചു എന്ന നുണയാ. ഞാനും മാഡവും ഇത്രയും കാലം നിങ്ങളെയൊക്കെ പറഞ്ഞു പറ്റിക്കായിരുന്നു. വേണുട്ടാ, ഞാനത് എത്തി. ഒരു 5 മിനിറ്റ് കൂടി. വേണ്ട മാഡം, മാഡം ഇനി വരണ്ട, എല്ലാം കഴിഞ്ഞു. എന്റെ മകൻ അവസാനം അവന്റെ യജമാനെ വഞ്ചിച്ചിട്ടില്ലെന്ന് അവൻ തെളിയിച്ചു. രാജു, അവനെല്ലാം പ്രതാപ് എന്നോട് തുറന്നു പറഞ്ഞു. മാഡം, മാഡം ഇനി ഇവിടേക്ക് വരണ്ട, തിരിച്ചു പോയിക്കോ. മാഡം തിരിച്ചു പോയിക്കോ. അമ്മയെ ഞാനും എത്ര തവണ അത് പ്രൂവ് ചെയ്യാൻ നോക്കിയതാ. അന്നേരം എല്ലാവരും തടസ്സം നിന്ന് അവസാനം നമ്മുടെ കുടുംബത്തിന്റെ ഉടവാള് വരെ ഇവന്റെ കൈകളിലേക്ക് എത്തുമെന്ന് വന്നു. പേടിച്ചിട്ടാ അമ്മേ, എന്നെ പേടിച്ചിട്ടാ ഇവൻ സത്യം പറഞ്ഞത്. കുടുംബത്തിന്റെ സ്വത്ത് മുഴുവൻ ഇവൻ കൊണ്ടുപോയാലും അമ്മാവനെ ചതിച്ച് ഇവന് ഞാൻ വെറുതെ വിടില്ലാന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ആ പേടിയില്ല ഇവൻ സത്യം പറഞ്ഞത്. പ്രതാപ, ഇതിങ്ങനെ വിട്ടാ പോരാ. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി ഇവന്റെ കൂടെ ഇത്രയും നാള് താമസിച്ചതാ. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോണം. ഇവള് പരിശുദ്ധിയാണോന്നൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഞങ്ങളുടെ മകൻ തെറ്റ് ചെയ്തു. ഋതിക മാഡത്തെ വിവാഹം ചെയ്തു എന്നൊണ്ണ പറഞ്ഞ് അവരൊരുമിച്ച് താമസിച്ചു.
അതിവൻ ചെയ്ത തെറ്റ് തന്നെയാ. പക്ഷെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വാവിട്ട വാക്കുകളൊന്നും പറയരുത്. ഞാനും ഒരു അമ്മയാ. ഇത് കേട്ടിട്ട് എന്റെ ചങ്ക് പൊട്ടുക. അമ്മേ, ചങ്ക് പൊട്ടുന്നുണ്ടല്ലേ? ഞങ്ങളുടെ കൊച്ചിന്റെ ഭാവി ഓർത്ത് ഞങ്ങളുടെയും ചങ്ക് പൊട്ടുന്നുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തില്ലെങ്കിലേ നാട്ടുകാരെന്തു പറയും? ഇവനെപ്പോലൊരു നിർഗുണന്റെ കൂടെ ജീവിച്ച പെണ്ണാണ് ഋതിക എന്നല്ലേ പറയൂ. ഇവളെ വിവാഹം കഴിക്കാൻ ഈ കഥകളൊക്കെ അറിഞ്ഞുകൊണ്ട് നല്ലൊരു ചെറുപ്പക്കാരൻ വരുമോ? അപ്പോ ഇവർക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ടതേ ഞങ്ങളുടെ ഉത്തരവാദിത്വമാ.